മൈ ലിറ്റിൽ വേൾഡ് എന്ന എൻ്റെ ചാനലിലേക്ക് മുഴുവൻ ആളുകൾക്കും ഹാർദമായ സ്വാഗതം. ഞാനിന്ന് വളരെ മനോഹരമായ അല്ലെങ്കിൽ നല്ല ടേസ്റ്റിയായ ഒരു മുട്ട കട്ട്ലേറ്റ് പാകം ചെയ്യുന്നത് എങ്ങനെ എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത്. എല്ലാവർക്കും ഇത് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ ലൈക്കും ചെയ്യണേ. ഒന്നുമില്ല, വളരെ കുറഞ്ഞ ചിലവിൽ എന്താ പറയുക, ഒരു വീടുകളിൽ നിന്ന് തന്നെ ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള 4 കഷ്ണം ബ്രെഡ് എടുക്കുക. സാധാരണ റൊട്ടി എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. അതുപോലെ തന്നെ 3 മുട്ടയും, 2 മുട്ട വേറെ 1 മുട്ട വേറെ, അങ്ങനെ 3 മുട്ടയും. അതോടൊപ്പം തന്നെ ഒരു ബോളിൽ ഒന്നുമില്ല, വളരെ ചിലവ് കുറഞ്ഞ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, മല്ലിച്ചപ്പ്, കറിവേപ്പില, ഇത്തരം ചെറിയ ചെറിയ സംഭവങ്ങൾ മാത്രം ഒരു പാത്രത്തിലേക്ക് ഇത്തരം സംഭവങ്ങൾ മാറ്റി വെക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെക്കുക. ഇത്രയേ ഉള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെക്കുക. ബ്രെഡിൻ്റെ പുറംതൊലി വേറെ തന്നെ ചെത്തി വെക്കുക. ആ കരിഞ്ഞ ഭാഗമുണ്ട്, അത് വേറെ തന്നെ ചെത്തി വെക്കുക. അത് ആവശ്യമുണ്ട്, കളയരുത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി സാധനം, ഉള്ളിലുള്ള വെള്ള വരുന്ന ഭാഗം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല വൃത്തിയായി ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഒന്നുമില്ല, അത് പൊടിച്ചെടുക്കുക. വളരെ ലളിതമാണ്, വളരെ ടേസ്റ്റിയാണ് ഈ ഭക്ഷണം. അതുപോലെ തന്നെ അത് ഒന്ന് മാറ്റി വെക്കുക. അത് പൊടിച്ച് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ 2 മുട്ട അടിച്ച് ഇതാക്കി വെച്ചിട്ടുണ്ട്. ആ 2 മുട്ട മാറ്റി വെക്കുക. എന്നിട്ട് ഒരു പാത്രത്തേക്ക് നമ്മൾ സാധാരണ ഒരു വറക്കുന്ന ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, കുറച്ച് വെളിച്ചെണ്ണ, നമ്മളൊരു വറവ് കഴിക്കുന്ന രീതിയിലുള്ള വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കുക. ആ ഇതിലേക്ക് നമ്മൾ സാധാരണ നേരത്തെ വീടുകളിൽ നിന്ന് ചെയ്യുന്ന പോലെ തന്നെ ഉള്ളി വറുത്തെടുക്കുക. ലേശം മൂപ്പിച്ചെടുക്കുക. വളരെ കുറഞ്ഞ് ആ ലേശം വളരെ കളർ ഇങ്ങനെ മങ്ങി വരുന്നതോടുകൂടി തന്നെ ഇഞ്ചിയും പച്ചമുളകിൻ്റെയും പേസ്റ്റ് അപ്ലൈ ചെയ്യുക. ഇഞ്ചിയും പച്ചമുളകും ഇട്ടതിന് ശേഷം പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാവരും നമ്മൾ ഉപയോഗിക്കുന്നില്ല, അത് കഴിഞ്ഞ പാട് പച്ചമുളക് ഇടുക. പച്ചമുളക് ഇട്ട് ഒന്നും കൂടി വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെന്താ ഉപയോഗിക്കേണ്ടത്, നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ ഈസിയായി ചെയ്യുന്നതാണ്. നമ്മൾ വീടുകളിൽ നമ്മൾ വറവ് കഴിക്കുന്നില്ലേ, എന്താ പിന്നെ എന്താ പറയുക, ഈ കറിവേപ്പിലയും മല്ലിച്ചപ്പും ഇതും കൂടി ഇട്ട ശേഷം പാകത്തിന് ഉപ്പിടുക. അപ്പോൾ ഇനി ഉപ്പിടരുത്, ഇതേ ഉപ്പിടും, കാരണം ബ്രെഡിൽ ഉപ്പുണ്ട്. അതുകൊണ്ട് അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, അതുകൂടാതെ കുറച്ച് കുരുമുളകും, ഇത്രയേ വേണ്ടൂ. ഈ സാധനം കൂടി ഒന്ന് വറവെടുത്ത് നല്ല വൃത്തിയാക്കി വഴറ്റി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ സാധാരണ മുട്ട വറക്കുന്ന രീതിയിലുള്ള 2 മുട്ട ഒഴിച്ച് കൊടുക്കും. ആ 2 മുട്ടയും നല്ല അത് പാകത്തിന് വറുത്തെടുക്കുക. നമ്മൾ മുട്ട വറക്കം പിന്നെ ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. മുട്ട സാധാരണ നമ്മൾ വീടുകളിൽ നിന്ന് വറുത്ത് ചോറിനൊക്കെ കൂട്ടുന്നതല്ലേ. അപ്പോൾ അതുപോലെ മുട്ട നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മളെ പാകത്തിനനുസരിച്ച് വറുത്തെടുക്കുക. കരിഞ്ഞു പോകരുത്. അങ്ങനെ വളരെ ലളിതമായി മാത്രമേ വളരെ ലോ ഫ്ലെയിമിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ. അങ്ങനെ അത് ഒന്ന് ആ പാത്രം മാറ്റി വെക്കുക. അത് നല്ല ആറി തണുക്കണം കേട്ടോ. ആറി തണുത്തതിന് ശേഷം നേരത്തെ പൊടിച്ച് വെച്ച ബ്രെഡ് പിന്നെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് അത് കൈ കൊണ്ട് നല്ല വൃത്തിയായി ഒന്ന് കശക്കി നല്ല സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് കുറച്ച് ചെറിയ ഒരു പശർപ്പ് വരും, ഇങ്ങനെ ഒരു ചെറിയ പശ വരും. ആ പശ വരുന്നത് ഇങ്ങനെ കൈ കൊണ്ട് കുഴച്ചെടുക്കുക. അതിന് ശേഷം ഒന്നുമില്ല, ഉണ്ടയാക്കുക. അഥവാ ആവുന്നതിന് ചെറിയ പ്രയാസം എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ചെറിയ തോതിൽ വെള്ളം ടച്ച് ചെയ്തോളൂ. ഉണ്ടയിൽ കയ്യിൽ പരത്തി വെക്കുക. ആവാത്തതുകൊണ്ടാണ് വീണ്ടും അങ്ങനെ ചെയ്തു. വീണ്ടും ലേശം വെള്ളം അപ്ലൈ ചെയ്തു. നമ്മൾ പരിപ്പുവടയൊക്കെ റൗണ്ടാക്കുന്ന പോലെ റൗണ്ടാക്കി അങ്ങനെ മാറ്റി വെക്കുക. അങ്ങനെ ഉണ്ടയാക്കി ഏതാണ്ട് ഞാനിപ്പോൾ ഇത്രയും ഇതിൽ തന്നെ 6-7 ബോൾ എനിക്ക് കിട്ടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ബ്രെഡിൻ്റെ പുറംതൊലി മുറിച്ച് വെച്ചില്ലേ, അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് അടിച്ച് മാറ്റി വെച്ച്, ഇത്രയേ ഉള്ളൂ. ഈ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടയാക്കി പരത്തി വെച്ച അത് നേരത്തെ 1 മുട്ട നമ്മൾ അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. 2 മുട്ടയാണ് വറക്കാനെടുത്തത്. അതിൽ 1 മുട്ട ബാക്കിയുണ്ട്. ആ മുട്ടയിൽ അടിച്ച് വെച്ച് അതിൽ ഈ പരത്തി വെച്ചത് മുട്ടയിൽ മുക്കി ഒന്ന് സൈഡിൽ ഒപ്പിച്ചെടുത്ത് വെളിച്ചെണ്ണ നമുക്ക് ഇതാക്കുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളിങ്ങനെ പരത്തിയെല്ലാം സെറ്റാക്കി പോകുമ്പോൾ തന്നെ ഒരു പാത്രത്തിലേക്ക്, നമ്മുടെ അടുപ്പിൻ്റെ മുകളിലേക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ, അതായത് ഇത് മുങ്ങത്തക്ക വിധത്തിലുള്ള വെളിച്ചെണ്ണ ഒഴിക്കേണ്ടതുണ്ട്. ഞാൻ കാണിച്ചു തരാം. വളരെ വളരെ ലളിതമായി ചുരുങ്ങിയ ചിലവിലുള്ള കണ്ട, ഞാൻ പറഞ്ഞില്ലേ, ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് മുങ്ങത്തക്ക വിധത്തിൽ മാത്രമുള്ള വെളിച്ചെണ്ണ, അത്രയും വെളിച്ചെണ്ണ വേണ്ട. വെളിച്ചെണ്ണ കൂടുതൽ കുടിക്കില്ല. തിന്നാനും നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റാണ്. ഒരു അതിഥി ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വരും, വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുത്ത് അവരെ മുമ്പിൽ ഒരു തീന്മേശയിലേക്ക് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കട്ട്ലേറ്റാണ് മുട്ട കട്ട്ലേറ്റ്. ഇതിങ്ങനെ ഈ രീതിയിൽ വറുത്ത് നല്ല പുറംതൊലിയൊക്കെ ഇങ്ങനെ ചുമന്ന് നല്ല സ്വർണ്ണ കളറായി വരുമ്പോൾ കണ്ടോ,
നല്ല വൃത്തിയായി എണ്ണ ലേശം നല്ലോണം പിന്നെ ചൂടാവണം കേട്ടോ. എണ്ണ ചൂടാവാതെ ഒരു കാരണവശാലും ഇട്ട് പോകരുത്. അപ്പം ടേസ്റ്റ് ഉണ്ടാവില്ല. മാത്രമല്ല നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ പിന്നെ വെന്ത് കിട്ടില്ല. വേവാനൊന്നുമില്ല, ഉള്ളെല്ലാം നേരത്തെ വെന്ത് നിൽക്കുന്നത് തന്നെയാണ്. കാരണം ബ്രെഡല്ലേ ഉള്ളൂ. മുട്ട നേരത്തെ നമ്മൾ അകത്തുള്ള മുട്ട നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചതല്ലേ, അപ്പോൾ പിന്നെ പ്രശ്നമേ ഇല്ല. ഉള്ളെല്ലാം ഒന്നും വേവാതിരിക്കുന്ന പ്രശ്നമില്ല. അതുപോലെ എണ്ണ കൂടുതൽ കുടിച്ച് നമ്മൾ തിന്നുമ്പോൾ ഭയങ്കര ഷാർപ്പാവുന്നു, അത് അങ്ങനത്തെ സംഭവം, അങ്ങനെയുള്ള സംഭവമൊന്നും വരില്ല. എണ്ണ നല്ല തിളച്ചതിന് ശേഷം മാത്രമേ ഈ സാധനം അപ്ലൈ ആവും, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും വേണ്ട. അങ്ങനെ മറിച്ചെടുക്കുക, ഇങ്ങനെ അതിനടുത്ത് തന്നെ നിൽക്കണം, ഇങ്ങനെ മറിച്ച് ഇടുക, വീണ്ടും മറിച്ചിടുക, അങ്ങനെ ഒരു വൃത്തിയായി വരുന്ന വരെ. കണ്ട ചെറിയ സ്വർണ്ണ കളർ പോലെ വരുന്നില്ലേ? അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇതാ കണ്ട, നല്ല ഭംഗിയുണ്ട്. ആരെ മുമ്പിലും വെച്ച് കൊടുക്കാൻ നല്ല ടേസ്റ്റിയാണ്. ചെറിയ എന്താ പറയുക, സോസ് ഉപയോഗിക്കാതെയും സോസ് ഉപയോഗിച്ചും നമുക്കിത് കഴിക്കാം. ഒരു മായവും അല്ലെങ്കിൽ വേറെ ഒരു അപ്പക്കാരോ അങ്ങനെ ഒരു സംഭവമില്ല. വളരെ ടേസ്റ്റിയാണ്. ഇത് എടുത്ത് നമ്മളെ സൗകര്യത്തിനനുസരിച്ച് കഴിക്കാം. ഒരു അതിഥി ആരെങ്കിലും വന്നാൽ അവരുടെ മുമ്പിലേക്കും നമുക്ക് സൗകര്യത്തിന് തന്നെ വെച്ച് കൊടുക്കാം. ഓക്കെ, വളരെ സന്തോഷം. ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു, എൻ്റെ മൈ ലിറ്റിൽ വേൾഡ് എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.